The British constitutional system is one of the oldest democratic system in the world. ഇപ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും പഴയ ജനാധിപത്യ സമ്പ്രദായമാണ് ഏതാ? ബ്രിട്ടൻ്റെ ഭരണഘടനാ സമ്പ്രദായം എന്ന് പറയുന്നത്. Her political institutions have been directly inherited by modern countries. അപ്പം ബ്രിട്ടൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമാണെന്താ ഇന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നത് പിന്തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടനെ പറയുന്നത് എന്താണ്? ബ്രിട്ടൻ ഈസ് കൺസിഡേർഡ് ആസ് ദ മദർ ഓഫ് പാർലമെന്ററി ഡെമോക്രസി. ലോക പാർലമെന്റുകളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടനിലാണ് ആദ്യത്തെ പാർലമെന്ററി സമ്പ്രദായം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. സോ ബ്രിട്ടൻ വാസ് നോൺ ആസ് ദ മിസ്ട്രസ് ഓഫ് സീസ് ആൻഡ് ഹെർ കൊളോണിയൽ എംപയർ സ്പ്രെഡ് ആൾ ഓവർ ദ വേൾഡ്. ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ഇറ്റ്സ് എ മിസ്ട്രസ് ഓഫ് സീസ്, കടലിൻ്റെ റാണിയാണ് ആര്? കാരണം ആ ബ്രിട്ടൻ്റെ സാമ്രാജ്യം എന്ത് ചെയ്യപ്പെട്ടു? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു ആർക്ക്? അപ്പോൾ അവിടെയൊക്കെ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? ബ്രിട്ടൻ കഴിയുകയുണ്ടായി. സോ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് പ്രൊവൈഡഡ് എ മോഡൽ ഫോർ മെനി കൺട്രീസ് പാസിംഗ് ത്രൂ ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസ്. ആ ബ്രിട്ടൻ്റെ പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് പല രാജ്യങ്ങൾക്കും എന്തായി മാറിയിരിക്കുകയാണ്? ഒരു മോഡലായിട്ടെന്ന് മാറിയിരിക്കുകയാണ്. അവിടെയൊക്കെ ജനാധിപത്യ സംവിധാനം പ്രാക്ടീസ് ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട്? ആ രാജ്യങ്ങൾക്ക് കഴിയും. ഫോർ എക്സാമ്പിൾ പാർലമെൻ്ററി സിസ്റ്റം, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം, ഇതൊക്കെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുള്ള. അപ്പോൾ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർലമെൻ്ററി ആണ്, ഇന്ത്യയിൽ ബൈക്യാമറലിസമാണ്, അമേരിക്കയിൽ നമ്മൾ പറഞ്ഞ ബൈക്യാമറലിസം ആണെന്ന് പറഞ്ഞു അല്ലേ. ഇന്ത്യയിൽ ക്യാബിനറ്റ് സിസ്റ്റം ഉണ്ട്, ടു പാർട്ടി സിസ്റ്റം, ഇതൊക്കെ ബ്രിട്ടൻ്റെ കോൺട്രിബ്യൂഷനാണ്. The study of British political system is a key to understand other constitutions in the world. ലോകത്തിലുള്ള മറ്റ് ഭരണഘടനകളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു കീയാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം, ബ്രിട്ടൻ്റെ ഭരണഘടനയെക്കുറിച്ചുള്ള പഠനമെന്ന് പറയും. So the constitution is a collection of principles that deals with the powers of government and rights of government. നമ്മൾ നേരത്തെ കണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിളാണ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സോ ഇംഗ്ലണ്ട് ഡെവലപ്ഡ് ഹെർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ എ പ്രോസസ് ഓഫ് എവല്യൂഷൻ. ഒരുപാട് എവല്യൂഷൻ്റെ ഫലമായിട്ടാണ്, എവല്യൂഷണറി പ്രക്രിയയുടെ ഫലമായിട്ടാണ്, എവല്യൂഷണറി പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടനിൽ എന്തുണ്ടാവുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത്. ദ സോഴ്സ് ഓഫ് ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ കസ്റ്റംസ്. പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഉണ്ട്, കൺവെൻഷൻസ് ഉണ്ട്, യൂസേജസ് ഉണ്ട്, പ്രാക്ടീസസ് ഉണ്ട്, ആൻഡ് ഇനാക്ട്മെൻറ്റ് ഓഫ് ദ പാർലമെൻറ്റ്, ദെൻ ജുഡീഷ്യൽ ഡിസിഷൻസ്. കാരണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ഒരു ലിഖിത ഭരണഘടന ഇല്ല, എഴുതപ്പെട്ട ഭരണഘടന എവിടെയില്ല? ബ്രിട്ടനില്ല. അവിടെ കസ്റ്റംസിൻ്റെയും കൺവെൻഷൻസിൻ്റെയും പ്രാക്ടീസസിൻ്റെയും യൂസേജസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്താ ബ്രിട്ടനിലെ പാർലമെൻ്ററി സമ്പ്രദായം ചെയ്യുന്നത് നിലനിൽക്കപ്പെടും. നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തത് ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ സ്ഥാപനമാണ് ഏതാ? ബ്രിട്ടൻ. ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയിൻറ്റെയിൻ സെവറൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ധാരാളം പഴയ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ നിലനിൽക്കപ്പെടുന്ന ഒരു ഭരണഘടനയാണ് ബ്രിട്ടൻ. ലൈക്ക് മൊണാർക്കി, ഹൗസ് ഓഫ് ലോർഡ്സ്, പ്രിവി കൗൺസിൽ എക്സെട്ര. ദർ ഈസ് ഓൺലി എ സ്മാൾ ബ്രേക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മൊണാർക്കി. അപ്പോൾ മൊണാർക്കിയുടെ ചരിത്രത്തിനകത്ത് ഒരു ചെറിയ ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അതായത് 1649 മുതൽ 1600 വരെ മാത്രമേ എന്താ ബ്രിട്ടനിലെ മൊണാർക്കി എന്താ ഇല്ലാതായിട്ടുള്ളൂ. The House of Lords and Privy Council are existing as ornamental bodies. രണ്ട് ഓർണമെൻ്റൽ ആലങ്കാരികമായ സമിതികളായിട്ട് ഹൗസ് ഓഫ് ലോർഡ്സും പിന്നെന്താണ് പ്രിവി കൗൺസിലും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുക. ഹൗസ് ഓഫ് ലോർഡ്സും പ്രിവി കൗൺസിലും ആണ് ഈ ബൈക്യാമറലിസം എന്ന് പറയുന്നത്. അല്ലല്ല, അത് ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് ലോർഡ്സ് പ്രഭുസഭയാണ്. അവിടുത്തെ ഏറ്റവും അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് മിക്സ്ചർ ഓഫ് റിട്ടൺ ആൻഡ് അൺറിട്ടൺ പ്രിൻസിപ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടൺ ആണെന്ന് പറഞ്ഞു. എന്നാൽ
അതിനകത്ത് നമുക്ക് എന്ത് കാണാം? certain written principles ഉണ്ട്. So there are several written principles such as Magna Carta. ഞാൻ നേരത്തെ പറഞ്ഞു 1215 നിലവിൽ വന്ന മാഗ്ന കാർട്ട, 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്, 1689 ബിൽ ഓഫ് റൈറ്റ്സ്. ഇതൊക്കെ എന്താണ്? പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആക്ടുകളാണ്. ഇതൊക്കെ റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? നിലനിർത്തുകയാണ്. സോ ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബ്ലെൻഡിങ് ഓഫ് written and unwritten principles. So it is a mixture of written and unwritten principles. രണ്ടും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയാം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. അടുത്ത ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്ലെക്സിബിൾ മീൻസ് അയവുള്ള ഭരണഘടനയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതാണ്? ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Because any constitutional principles can be amended by the parliament with a simple majority. ഏതൊരു ഭരണഘടനാ തത്വവും എന്ത് ചെയ്യാം? കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിൽ എന്ത് ചെയ്യാം? ഭേദഗതി വരുത്താനായിട്ട് കഴിയും. There is no distinction between the constitutional law and ordinary law. സാധാരണ നിയമവും ഭരണഘടനാ നിയമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ബ്രിട്ടനിലില്ല. The parliament can make any constitutional amendment in accordance with the changing needs of the people. ജനങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസൃതമായി ഏത് ഭരണഘടനാപരമായ ഭേദഗതിയും ഇവിടെ നടപ്പിലാക്കാം, ബ്രിട്ടനിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നോ സെപ്പറേഷൻ ഓഫ് പവർ. സോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ കൺവെൻഷൻസ്. ബ്രിട്ടൻ്റെ ഭരണഘടന എങ്ങനെയാണ്? കൺവെൻഷൻസ്. അതായത് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ നോട്ട് സെപ്പറേറ്റ്. ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പവേഴ്സ് എന്ത് ചെയ്തിട്ടില്ല? സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ദ സോവറിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ് അൺഎക്സെപ്ഷണൽ ഫീച്ചേഴ്സ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ഒരു അൺഎക്സെപ്ഷണൽ ഫീച്ചറായിട്ട് നിലനിൽക്കുന്നു. ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് പ്രൈം മിനിസ്റ്റർ ഹു എമർജസ് ഫ്രം ദ പാർലമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ റെസ്പോൺസിബിലിറ്റി ടു. അതായത് അമേരിക്കൻ പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം എവിടുന്ന് എമർജ് ചെയ്യുന്നത്? പാർലമെൻറ്റാണ്. മെജോറിറ്റി പാർട്ടിയുടെ നേതാവിനെയാണ് നമ്മൾ ആരായി തിരഞ്ഞെടുക്കുക? പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് അതുകൊണ്ട് എന്താ പാർലമെൻറ്റിനോട് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പ്രൈം മിനിസ്റ്റർക്കുണ്ട്. അടുത്ത യൂണിറ്ററി സിസ്റ്റമാണ്, ഫെഡറലിസം അല്ല. അതായത് ദർ ഈസ് നോ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ എന്തില്ല? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ അധികാര വിഭജനം ഇല്ല. സുപ്രീം സെൻട്രൽ ഗവൺമെൻറ് എക്സസൈസ് പൊളിറ്റിക്കൽ അതോറിറ്റി. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണല്ല രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്യുന്നത്. ഡെലിഗേഷൻ ഓഫ് പവർ ഈസ് ഫുള്ളി സബ്ജക്ട് ടു ദി ലോ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതായത് ആ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൈവശം ആണ്. ഒരു യൂണിറ്ററി സിസ്റ്റമാണ് ഇവിടെ ബ്രിട്ടനിൽ. ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇല്ല ആർക്ക് തമ്മിൽ? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ. അടുത്ത റൂൾ ഓഫ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ റൂൾ ഓഫ് ലോ ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് റൂൾ ഓഫ് ലോ. ഇറ്റ് മീൻസ് ദ പ്രസൻസ് ഓർ supremacy of a set of rules or laws in a political system. ഒരു രാഷ്ട്രീയ സംവിധാനത്തിലുള്ള ഒരു കൂട്ടം നിയമങ്ങളുടെ മേധാവിത്വത്തെയാണ് അല്ലെങ്കിൽ അവയുടെ സാന്നിധ്യത്തെയാണ് നമ്മളെന്ത് പറയുക? റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ വക്താവ് എന്ന് പറഞ്ഞ ആളിനെ ഞാൻ പറഞ്ഞു നേരത്തെ, A.V. ഡൈസിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താവെന്ന് പറയുന്നത്. A.V. Dicey is the chief executive of rule of law. So he presented certain features. First of all, there shall be a single and uniform law. എന്നുണ്ടായിരിക്കണം? ഒരു ഏകീകൃത സ്വഭാവമുള്ള ഒരു നിയമം ഉണ്ടായിരിക്കണം. നോ മാൻ ഈസ് എബോവ് ദ ലോ. ഒരു മനുഷ്യന് നിയമത്തിന് അതീതനല്ല. ആൾ ആർ ഈക്വൽ ബിഫോർ ദി ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും തുല്യരായിരിക്കണം. നോ മാൻ ഈസ് പണിഷബിൾ എക്സെപ്റ്റ് ഫോർ എ ക്ലിയർ വയലേഷൻ ഓഫ് ലോ. വ്യക്തമായ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ
ഒരു മനുഷ്യനെയും എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കുവാൻ പാടില്ല. ഓർഡിനറി കോർട്ട് ഷാൾ ഡിസൈഡ് ദ കേസ്. ഇങ്ങനൊരു കേസ് ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് സാധാരണ കോടതികൾ. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് റൂൾ ഓഫ് ലോ ഒറിജിനേറ്റഡ് ഫ്രം കസ്റ്റംസ് ആൻഡ് യൂസേജസ്. ഈ റൂൾ ഓഫ് ലോയുടെ അടിസ്ഥാന തത്വങ്ങൾ എംബ്രേസ് ചെയ്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിലെ കസ്റ്റംസിൽ നിന്നും യൂസേജസിൽ നിന്നും ആണ്. അപ്പോൾ ഇത് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. ഏതാ 3 മാർക്കിന് റൂൾ ഓഫ് ലോ എന്ന് തന്നിട്ട് ചോദിച്ചാൽ ഇത്രയും സംഗതി 6 പോയിന്റ് എഴുതി വെക്കണം. അടുത്തത് പാർലമെൻ്ററി സിസ്റ്റമാണ്. So Britain evolved parliamentary form of government in which legislature and executive branches of governments are interlinked. ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് എങ്ങനെയായിരിക്കും? ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കും. കാരണം എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ എന്താ വേർപിരിയുന്നില്ല, അവർ പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആയി പ്രവർത്തിക്കുന്നത്. അതായത് there shall be 2 types of executive. ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 2 തരം എക്സിക്യൂട്ടീവ് കാണും. ദാറ്റ് ഈസ് നോമിനൽ എക്സിക്യൂട്ടീവ് ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. In Britain, nominal executive is the crown and the real executive is the prime minister. So the real executive in Britain is the prime minister and king is the nominal executive. The king appoints the leader of the parliament as the prime minister. പാർലമെന്റിൽ നേതാവിനെ ആരായി നിയമിക്കുന്നു? പ്രധാനമന്ത്രിയായി നിയമിക്കുന്നു. ആൻഡ് he shall hold the office so long as he enjoy the majority support of the parliament. പാർലമെന്റിന്റെ ഭൂരിപക്ഷ പിന്തുണ ഉള്ളിടത്തോളം കാലം പാർലമെന്റിന്റെ നേതാവിന് ആരായി തുടരാം? പ്രധാനമന്ത്രിയായിട്ട് തുടരാം. In the parliamentary, if the parliament passes a no confidence motion, that may lead to the fall of the executive. അതായത് നോ കോൺഫിഡൻസ് മോഷൻ, ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കിയാൽ അതിന് കാരണമാവുന്നു പ്രധാനമന്ത്രി അധികാരത്തിൽ നിന്ന് പുറത്താക്കാം. അതുവഴി എന്താ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതാണ് പാർലമെൻറ്റിൻ്റെ പ്രത്യേകത. അടുത്ത ബൈക്കാമറലിസം. നമ്മൾ അമേരിക്കയിലും കണ്ട് ബൈക്കാമറലിസം ഉണ്ട്, ബ്രിട്ടീഷ് പാർലമെൻറ്റിലും എന്താണ് ബൈക്കാമറലിസം ഉണ്ട്. സോ ബൈക്കാമറലിസം ഒറിജിനേറ്റഡ് ആൻഡ് ഡെവലപ്ഡ്. ഈ ദ്വിമണ്ഡല സമ്പ്രദായം ഉണ്ടായത് എവിടെയാണ്? ആവിർഭവിച്ചതും ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ദ ഹൗസ് ഓഫ് കോമൺ ഈസ് ദ പോപ്പുലർ ഇലക്ടഡ് ലോവർ ചേംബർ. ബ്രിട്ടനിലെ ജനകീയ സഭ എന്ന് പറയുന്ന ഹൗസ് ഓഫ് കോമൺസ് ആണ്, അത് ലോവർ ചേംബറാണ്. അപ്പർ ചേംബർ എന്ന് പറയുന്നത് ഏതാണ്? ഹൗസ് ഓഫ് ലോർഡ്സ്. അത് ഹെറിഡിറ്ററി ചേംബറാണ്, പരമ്പരാഗതമായിട്ട് വരുന്നതാണ്. ദ ഹൗസ് ഓഫ് കോമൺസ് എക്സസൈസ് മോർ പവേഴ്സ് ആൻഡ് ദ ഹൗസ് ഓഫ് ലോർഡ്സ് ഈസ് ദ വീക്കസ്റ്റ് അപ്പർ ചേംബർ ഇൻ ദ വേൾഡ്. ഹൗസ് ഓഫ് ലോർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ലോർഡ്സ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ചേംബറാണ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത്. അതൊരു ഹൗസ് ഓഫ് ലോർഡ്സ് പ്രഭുസഭ. ഹൗസ് ഓഫ് കോമൺസ് ആണ് അവിടെ എന്താ പോപ്പുലർ ഇലക്ടഡ് ചേംബർ, അവർക്കാണ് എന്താ അധികാരം കൂടുതൽ. ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന അപ്പർ ചേംബറാണ്, വീക്കായിട്ടുള്ള ലോകത്തിൽ വെച്ച് ഏറ്റവും വീക്കായിട്ടുള്ള അപ്പർ ചേംബറാണ് എന്ന് പറയാം ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയും. അടുത്ത ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. സോ ദ ബ്രിട്ടീഷ് ജുഡീഷ്യൽ സിസ്റ്റം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് ബ്രിട്ടൻ്റെ ജുഡീഷ്യൽ സിസ്റ്റം. ദ ജഡ്ജസ് ഇൻ ബ്രിട്ടൻ ആർ ഫ്രീ ഫ്രം ഫിയർ ഓർ ഫേവർ ഇൻ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ. നിയമം വ്യാഖ്യാനിക്കുന്ന സമയങ്ങളിൽ ബ്രിട്ടനിലെ ജഡ്ജിമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു? സ്വതന്ത്രനും നിഷ്പക്ഷരുമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. So they are appointed independently for a long tenure. They are well paid and their salary is drawn from state fund. അവർക്ക് എന്താണ് ഒരു ദീർഘകാല ഓഫീസ് ഓഫ് പീരീഡ് ഉണ്ടായിരിക്കും, ടെന്യൂർ ഓഫ് ഓഫീസ് ഉണ്ടായിരിക്കും, നല്ല ശമ്പളം കൊടുക്കുന്നു. ഇവിടെ ശമ്പളം കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. സോ ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ക്യാൻ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ആർക്ക് കഴിയത്തുള്ളൂ? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിക്ക് കഴിയും. അടുത്തത് ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. തിയറിയും തത്വവും പ്രായോഗികതയും തമ്മിലുള്ള അകലം. ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇത് കുറേ തിയറിറ്റിക്കൽ കൺസെപ്റ്റുകൾ നമ്മൾ പറയുന്നുവെങ്കിൽ പോലും അത് പ്രായോഗികത്തിൽ വരുത്തുമ്പോൾ എന്താ വലിയൊരു ഗ്യാപ്പ് എവിടെയുണ്ട്? അമേരിക്ക ബ്രിട്ടനിലുണ്ട്. അതായത് തിയറിറ്റിക്കലി ദ മൊണാർക്ക് ഹാസ് വൈഡ് പവേഴ്സ്. ഇപ്പോൾ തിയറിറ്റിക്കലായി നമ്മൾ പറയുകയാണെങ്കിൽ
മൊണാർക്കിന്, അതായത് ക്രൗണിനാണ് എന്താ, കിങ് ഓർ ക്യൂൻ, അവർക്കാണ് എന്താ ഏറ്റവും കൂടുതൽ അധികാരം. പക്ഷേ ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഹി ഹാസ് നോ പവേഴ്സ്. ഇൻ ആക്ച്വലി ആൾ ദ പവേഴ്സ് ആർ എക്സൈസ്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.